ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോഡുലാരിറ്റി എങ്ങനെ, അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും എങ്ങനെ NodeJS ഉപയോഗിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബോയിലർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു പാക്കേജസും ഒരു സെർവറിൻ്റെ ഫയലും. ഇതിനകത്ത് ഡിപ്പെൻഡൻസി ആയിട്ട് ഞാനിവിടെ എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് നോഡ് മോണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ npm റൺ സ്റ്റാർട്ട് ഡെവ് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആവും, നമ്മുടെ നോഡ് ബോൺ വർക്ക് ആവുകയും ചെയ്യും, നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പ്രസ് ഒക്കെ കോൾ ചെയ്തിട്ടുള്ളത് റിക്വയർ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ റിക്വയർ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യും. നമ്മളിപ്പോൾ നമുക്ക് ഇതല്ല വേണ്ടത്, നമുക്കിപ്പോൾ ഇമ്പോർട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചോ. ഇപ്പോൾ നമുക്കിത് ചെയ്തിട്ട് എക്സ്പ്രസ് ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എറർ വരും, കനോട്ട് യൂസ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് എ മൊഡ്യൂൾ. നമുക്ക് ഈ ഇമ്പോർട്ട് നമുക്ക് കുറച്ചധികം രീതികളിൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും, ഈ ഇമ്പോർട്ട്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വെർഷൻ എത്രയാണെന്ന് നോക്കുക, നമ്മുടെ നോഡിൻ്റെ വെർഷൻ എത്രയാണെന്ന് നോക്കാം. നോഡിൻ്റെ വെർഷൻ എത്രയാണെന്ന് നോഡ് വി അടിച്ചു കഴിഞ്ഞാൽ നോഡിൻ്റെ വെർഷൻ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഉണ്ടോ 14.15. ഇപ്പം നമ്മുടേത് 13-ന് ശേഷമുള്ളതാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് ഇതിനകത്ത് നമ്മൾ പാക്കേജസിനകത്ത് ടൈപ്പ് പറഞ്ഞു കൊടുക്കുക, ടൈപ്പ് മൊഡ്യൂൾ ഇത്ര ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വേണ്ട സെർവർ റണ്ണായി. ഇപ്പോൾ നമുക്ക് ഇതിൽ തന്നെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ server.js എന്നല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പം എവിടെയൊക്കെ നമ്മൾ ഈ ഇമ്പോർട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ട് ഉപയോഗിക്കുന്നു, ആ ഫയലിൻ്റെ പേര് റീനെയിം ചെയ്യുക, MJS ആയിട്ട്, അതായത് മൊഡ്യൂൾ JS ആയിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മുടെ പാക്കേജസിലും നമ്മളിവിടെ റൺ ചെയ്യുന്ന MJS എന്നല്ലേ, MJS നിന്ന് റൺ ചെയ്യാം. ഇപ്പോൾ കണ്ടോ സെർവർ റണ്ണായി. നോക്കിക്കഴിഞ്ഞാൽ വർക്കാവും. നമുക്ക് വേറെ കണ്ടോ വർക്കായി. ഇപ്പോൾ അതാണ് രണ്ട് രീതി. ഇനി മൂന്നാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ESM എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഞാനിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അത് ഞാൻ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് npm ആയി ESM ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഇത് ഉപയോഗിക്കാം. ഇത് തന്നെ ഹാൻഡിൽ ചെയ്തോളും ആ മൊഡ്യൂളായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അടുത്ത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് വെർഷൻ 8-ന് ശേഷമുള്ളത്, 8-നും 12-നും ഇടയ്ക്കുള്ള വെർഷൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ MJS നമ്മൾ ഉപയോഗിച്ചില്ലേ, അതേപോലെ തന്നെയാണ്. അതിൽ നമ്മൾ ഒരു റൺ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്, ഇതിൽ ഞാനിത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് എൻ്റെ വെർഷൻ 8-നും 12-നും ഇടയ്ക്കല്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൺ ചെയ്യുന്ന ടൈമിൽ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ MJS ആയിരിക്കണം. അതുമല്ല റൺ ചെയ്യുമ്പോൾ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, ഇതിലും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല, എക്സ്പെരിമെൻ്റൽ മൊഡ്യൂളിൻ്റെ ആവശ്യമില്ല. MJS ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ എൻ്റെ വെർഷൻ 14 ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് രണ്ട് രീതി. ഇനിയുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏത് വെർഷൻ ആയാലും, ഇപ്പോൾ പഴയ വെർഷൻ, ചിലപ്പോൾ ചില പ്രൊജക്റ്റ് പണ്ട് തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റിൽ നമുക്ക് ഇപ്പോൾ നോഡിൻ്റെ വെർഷൻ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വെർഷനിൽ നമ്മളൊക്കെ ഇമ്പോർട്ട് ഉപയോഗിക്കുകയും വേണം എന്ന് പറയുമ്പോൾ, അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബാബൽ ഉണ്ടല്ലോ, ബാബൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാബൽ ഉപയോഗിക്കണമെങ്കിൽ ബാബലിന് കുറച്ച് npm ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക്
കുറച്ച് npm പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. npm i നമുക്ക് സേവ്ഡ് ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, ചെയ്താൽ മതി. അപ്പം നമ്മൾ ഓൾറെഡി നോഡ് മോൺ ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് വേണ്ടത് ഇപ്പോൾ നമുക്ക് ബാബൽ പ്രീസെറ്റ് വേണം. പ്രീസെറ്റ് എൻവയോൺമെൻറ്റ്, പിന്നെ ബാബൽ കോർ വേണം, പിന്നെ അതുപോലെ തന്നെ ബാബൽ നോഡും വേണം. ഇപ്പോൾ എന്നിട്ട് നമുക്ക് വേറൊരു കാര്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് npm-rc എന്ന് പറഞ്ഞൊരു ഫയലിലൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതാവട്ടപ്പോഴത്തേക്ക് നമുക്ക് ഡോട്ട് npm-rc അല്ല, സോറി, babel-rc. ഓക്കെ 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 നമ്മുടെ ഈ babel-rc-യിൽ നമുക്ക് കുറച്ച് പ്രീസെറ്റ് സെറ്റ് ചെയ്യണം. അതായത് പ്രീസെറ്റ് ബാബൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രീസെറ്റ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തല്ലോ, ബാബൽ പ്രീസെറ്റ് എൻവയോൺമെൻറ്റ്, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പ്രീസെറ്റാണ് നോക്കേണ്ടതെന്ന് ഇപ്പോൾ ഈ babel-rc പറയും. അപ്പം നമുക്ക് ഇതിനെ തിരിച്ച് നമുക്ക് നമ്മുടെ JS ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. പാക്കേജസ് എല്ലാം ഓക്കെ, MJS വേണ്ട. നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ബാബൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ റൺ ചെയ്യുന്നത് കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ബാബൽ നോഡ് ഇൻസ്റ്റാൾ ചെയ്തല്ലോ, അതേപോലെ അത് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ബാബൽ നോഡ്. എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കിയേക്കാം. അതെ, നമ്മുടെ സെർവർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് മാറ്റിയിട്ട് വീണ്ടും 2 എന്ന് തന്നെ കൊടുത്തേക്കാം, വർക്ക് ചെയ്യണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വന്നു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.